നീണ്ട 500 വർഷങ്ങൾക്ക് ശേഷം കാർത്തിക, രോഹിണി, മകയിരം, ചിത്തിര, ചോതി, വിശാഖം, ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ചില സുപ്രധാന കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ്. അപ്പോൾ വേദജ്യോതിഷമനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ 500 വർഷ കാലയളവിന് ശേഷം ഒരു മഹാത്ഭുതം എന്ന പോലെ നടക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇടവം, തുലാം, മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അവിശ്വസനീയമായ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്നതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കാം. അത് മറ്റൊന്നുമല്ല, 500 വർഷങ്ങൾക്ക് ശേഷം അതിസവിശേഷമായ ഗ്രഹസംയോഗങ്ങൾ കൊണ്ട് 3 രാജയോഗങ്ങൾ ഒറ്റയടിക്ക് സംഭവിക്കുവാൻ പോവുകയാണ്. അതായത് മാർച്ച് അവസാനത്തോടെ ശുക്രനും ബുധനും ഒന്നിക്കുമ്പോൾ ലക്ഷ്മി നാരായണ യോഗവും, സൂര്യനും ബുധനും ഒന്നിക്കുമ്പോൾ ബുധാദിത്യ യോഗവും, ശുക്രനും സൂര്യനും ഒന്നിക്കുമ്പോൾ ശുക്രാദിത്യ യോഗവും ഉണ്ടാകുന്നു. അപ്പോൾ ഈ 3 യോഗങ്ങളും ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ശ്രേഷ്ഠകരമായ ഫലങ്ങളായിരിക്കും നൽകുവാൻ പോകുന്നത്. വേദജ്യോതിഷമനുസരിച്ച് ഈ കഴിഞ്ഞ 500 വർഷങ്ങളായി ഇത്തരത്തിൽ ഒരു മഹാത്ഭുതം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ 3 രാജയോഗങ്ങൾ ഒരുപോലെ വന്നു ചേരുന്നത് ഇടവം, തുലാം, മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി പറയുവാൻ പോകുന്നത്. ഇതിൽ ആദ്യമായി 500 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ 3 രാജയോഗങ്ങളുടെയും ഗുണഫലങ്ങൾ ഒറ്റയടിക്ക് ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇതിൽ ആദ്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇത്രയധികം സൗഭാഗ്യങ്ങൾ ഒരേ സമയത്ത് വന്നു ചേരുന്ന തരത്തിലുള്ള ഇതുപോലെയുള്ള ഒരു സൗഭാഗ്യകാലം നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ഇതുവരെയുള്ള ജീവിതത്തെ എടുത്തു നോക്കിയാൽ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കഷ്ടതകളും ദുരിതങ്ങളും മാത്രമാണ് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ ഇരുണ്ട് വെളുത്ത് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും പറയത്തക്ക ഉന്നമനങ്ങളൊന്നും നിങ്ങൾക്ക് ഇതുവരെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന അപൂർവ രാജയോഗങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിപ്രഭാവം തന്നെ വർദ്ധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ നിന്നുള്ള ഒരു ഉയർച്ച കൈവരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള യോഗമാണ് ഈ മാർച്ച് മാസം അവസാനം നടക്കുന്ന 3 രാജയോഗങ്ങൾ എന്ന അപൂർവ പ്രതിഭാസം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു ജോലി നേടിയെടുക്കുവാനായി തുടർച്ചയായി പരിശ്രമിച്ചിട്ട് പോലും അതിൽ എല്ലാം പരാജയം മാത്രം അനുഭവിച്ചിരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ രാജയോഗങ്ങൾ ഭാഗ്യമഴ ചൊരിയുന്ന ഈ ഒരു സമയത്ത് എല്ലാ തടസ്സങ്ങളും നീങ്ങി ഒരു അത്ഭുതം എന്ന പോലെ സ്വന്തമായി ജോലി നേടിയെടുക്കുവാനുള്ള ഭാഗ്യം ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന ഇടവം രാശിക്കാർക്കും ഇനി വരുന്നത് നല്ല സമയമാണ്. അതായത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം
ഒരു ശാശ്വത പരിഹാരമാണ് ഫലത്തിൽ കാണുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഉണ്ടാകുവാൻ പോകുന്ന ഈ 3 രാജയോഗങ്ങളുടെയും ഗുണങ്ങൾ ഈ 2025 മുഴുവനായി നിങ്ങളിലേക്ക് പല വിധത്തിലുള്ള ഉയർച്ചകളും വന്നു ചേരുവാനിടയാക്കും. ഇതിൽ വളരെ കാലമായി വീട് പണിയാൻ തുടങ്ങിയിട്ടും സാമ്പത്തികമായ പ്രതിസന്ധികൾ മൂലം ആ വീട് പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത നിരവധി ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ആ വീടിൻ്റെ പണി ഒന്ന് കഴിഞ്ഞ് അതിൽ ഒന്ന് അന്തിയുറങ്ങുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ. എന്നാൽ നിങ്ങൾ ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിലേക്ക് സമ്പത്തും ഉയർച്ചകളും എല്ലാം ചൊരിയുവാനാണ് ഈ മഹാഭാഗ്യദശ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാമ്പത്തികമായ ഉന്നമനങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിലപിടിപ്പുള്ള പല വസ്തുക്കളും വീട്ടിലേക്ക് വാങ്ങിവെക്കുവാനുള്ള ഭാഗ്യവും ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല, പല ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും വിദേശത്ത് ഒരു ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായി വളരെയധികം വഴിപാടുകളും പ്രാർത്ഥനയുമായി ഓരോ ദിവസവും കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഈ മഹാഭാഗ്യം നിങ്ങളെ തുണയ്ക്കുകയാണ് ഈ സമയത്ത്. മുൻപ് പറഞ്ഞതുപോലെ ഈ വർഷം കഴിയുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം ഉറപ്പാണ്. ഇനി രണ്ടാമതായി, ഈ 3 രാജയോഗങ്ങളും ഒരുമിച്ചെത്തുന്ന ഈ സമയത്ത് ജീവിതം തന്നെ രക്ഷപ്പെടുവാൻ പോകുന്ന തരത്തിലുള്ള ഭാഗ്യയോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരിൽ ഭൂരിഭാഗം ആളുകൾക്കും എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്രയധികം ശുഭകരമായ കാര്യങ്ങൾ ഇത്രയും സമയത്തിനുള്ളിൽ സംഭവിച്ചത് എന്ന് പോലും തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ നടക്കുന്നത്. അതായത് നിങ്ങൾ ജീവിത പ്രാരാബ്ദങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും മാത്രം ചിന്തിച്ച് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ രാജയോഗങ്ങൾ ഭാഗ്യമഴ പെയ്യിക്കുന്നത്. പ്രത്യേകിച്ച് വളരെയധികം മാനസിക വിഷമതകളും സങ്കടങ്ങളും ചില ഭയങ്ങളുമൊക്കെ കൊണ്ട് വേട്ടയാടപ്പെട്ടിരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ അനുഭവിച്ചിരുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറുവാനും ഏറ്റവും മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുവാനും പോവുകയാണ്. അതുപോലെ തന്നെ തുലാം രാശിക്കാരിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും എന്നാൽ അതേസമയം നിങ്ങളുടെ മനസ്സിൽ പല സ്ഥലങ്ങളും പോയി സന്ദർശിക്കണമെന്നും പല ദൂരയാത്രകൾ പോകണമെന്നും വിനോദയാത്രകൾ പോകണമെന്നുമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. വളരെ കാലമായി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പൂർത്തീകരിച്ചെടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഈ രാജയോഗം നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പല സ്ഥലങ്ങളും നിങ്ങൾക്ക് പോയി കാണുവാനും കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ സമയം ചിലവഴിക്കുവാനുമുള്ള മഹാഭാഗ്യവും ഈ സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ഈ സമയത്ത് ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. കാരണം ഭാഗ്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം മാറി മറിയുവാൻ ഒരു നിമിഷം മതി. മാത്രമല്ല, ഈ ഒരു സമയത്ത് ചെറുകിട കച്ചവടങ്ങളും സ്വന്തമായുള്ള ബിസിനസ്സുകളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും
നല്ല രീതിയിലുള്ള ഒരു ലാഭം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനും നിങ്ങൾ വിൽക്കുന്ന വസ്തുക്കൾ വാങ്ങുവാനായി കൂടുതൽ ഉപഭോക്താക്കൾ നിങ്ങളെ തേടിയെത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വളരെയധികം കൈത്താങ്ങാകുന്ന ഒരു കാര്യമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കടബാധ്യതകളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വളരെയേറെ അനുഭവിച്ചിരുന്ന തുലാം രാശിക്കാർക്ക് ഈ 3 രാജയോഗങ്ങളുടെയും ഗുണഫലം ഈ 2025 മുഴുവനായി തിരിച്ചറിയുവാൻ കഴിയും. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്ന ഉയർച്ചകൾ നിസ്സാരമായിരിക്കില്ല. ഇനി മൂന്നാമതായി 500 വർഷ കാലയളവിന് ശേഷം ജ്യോതിഷ ഫലങ്ങൾക്കനുസരിച്ച് ഏറ്റവും അപൂർവമായി കണക്കാക്കപ്പെടുന്ന ഈ 3 രാജയോഗങ്ങൾ ഒരുമിച്ച് നൽകുന്ന സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടതകളും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ നിങ്ങൾക്ക് ഈ രാജയോഗത്തിലൂടെ ലഭിക്കുവാൻ പോകുന്ന മഹാഭാഗ്യം കൊണ്ട് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാകുന്നത് ധനനേട്ടങ്ങളിലൂടെ തന്നെയായിരിക്കും. അതായത് നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ വിചാരിച്ചതിലും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയും. ഇനി എടുത്തു പറയേണ്ടത് മകരം രാശിക്കാരായിട്ടുള്ള വിവാഹപ്രായമായിട്ടുള്ള വ്യക്തികളോടാണ്. അതായത് ചില തടസ്സങ്ങളൊക്കെ വിവാഹ കാര്യത്തിൽ നിങ്ങൾക്ക് നേരിട്ടിരുന്നെങ്കിലും ഈ മാർച്ച് അവസാനത്തോടെ ഈ 3 രാജയോഗങ്ങളും നിങ്ങളെ തുണയ്ക്കുന്നതോടെ നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തടസ്സങ്ങളെല്ലാം നീങ്ങി ഭംഗിയായി നടക്കുകയും ഒരു രാജാവിനെയും രാജ്ഞിയെയും പോലെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈശ്വരനെ മറക്കുവാനും പാടില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉടനീളം ഈശ്വരാധീനം മുറുകെ പിടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മകരം രാശിക്കാരിൽ ശത്രുദോഷം കൊണ്ടും ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ടുമൊക്കെ ജീവിതത്തിൽ പൊറുതിമുട്ടിയിരുന്നവർക്ക് ഈ രാജയോഗം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ദോഷകരമായി അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്ന തരത്തിലുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആരാണോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അവരിലേക്ക് ഈ പ്രപഞ്ചശക്തി തന്നെ പ്രതികാരവർഷം ചൊരിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളായിരിക്കും ഈ രാജയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്നത്. അതിനാൽ തന്നെ ഇടവം, തുലാം, മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടാതെ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങൾ വരുവാൻ പോവുകയാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.